എലപ്പുള്ളി മദ്യനിർമ്മാണശാലയിൽ സർക്കാരിനെ വെട്ടിലാക്കുന്ന പ്രതികരണവുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കുടിവെള്ളം ഇല്ലാതാക്കിയിട്ട് വികസനം വേണ്ടെന്ന് ബിനോയ് വിശ്വം. പ്രതികരണം മന്ത്രി MP രാജേഷുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം. ഏത് വികസനമായാലും മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാണ് കുടിവെള്ളം. കുടിവെള്ളം ഇല്ലാതാക്കിയിട്ട് വികസനം വരേണ്ടതില്ല. എവിടെ ചർച്ച ചെയ്താലും ഇതായിരിക്കും നിലപാടെന്നും മന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം ബിനോയ് വിശ്വം വ്യക്തമാക്കി. പഴയ സുഹൃത്തുക്കൾ കൂടി കണ്ട കുഴപ്പമെന്താ നാച്ചുറൽ. ഇക്കാര്യത്തിൽ CPIയുടെ നിലപാടെന്നാണ് ഈ ബ്രൂവറി വിഷയത്തിൽ. ഞങ്ങൾ വികസന വിരുദ്ധരല്ല, വികസനം വേണം. എന്നാൽ ഏത് വികസനവും കുടിവെള്ളത്തെ മറന്നുകൊണ്ടാകാൻ പാടില്ല. കുടിവെള്ളം ഉറപ്പാക്കിയിട്ട് വികസനം വരാവൂ. ഏത് വികസനമായാലും മനുഷ്യൻ്റെ അടിസ്ഥാന അവകാശമാണ് കുടിവെള്ളം. ചർച്ച ചെയ്തിട്ടുണ്ടോ? പ്രഖ്യാപിച്ച് വലിയ കൊക്കോളക്കെതിരെ സമരം ചെയ്തത് ആ സ്ഥലത്താണ്. മൗനം പാലിച്ചു. ഞാൻ പറഞ്ഞല്ലോ, വികസനം തീർച്ചയായിട്ടും വേണം, പക്ഷേ കുടിവെള്ളം ഇല്ലാതാക്കിയിട്ട് വികസനം വരേണ്ടതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഈ വിഷയം ഇടതുമുന്നണി ചർച്ച ചെയ്തു. കൃത്യമായി ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. അതായത് വ്യക്തമായി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എവിടെ ചർച്ച ചെയ്താലും നിലപാടായിരിക്കും. വ്യാജമായ രേഖകൾ ഉൾപ്പെടെ ഹാജരാക്കിക്കൊണ്ടാണ് അനുമതി തേടാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ, എത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വികസനത്തിന് തീർച്ചയായിട്ടും CPI എതിരല്ല, പക്ഷെ കുടിവെള്ളത്തിന് മറന്നുകൊണ്ട് വികസനം വരാൻ പാടില്ല. കുടിവെള്ളത്തെ മറന്നുകൊണ്ട് കുടിവെള്ളം ഉറപ്പാക്കിയിട്ട് വികസനം വരാം. കുടിവെള്ളം ഉറപ്പാക്കാതെ വികസനം വരാൻ പാടില്ല. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. ഞാൻ കൃത്യമായിട്ട് എൻ്റെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പദ്ധതി ഉടൻ ഉണ്ടാകില്ല. കൃത്യമായിട്ട് നിലപാട് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് നിലപാട് പറഞ്ഞില്ല. വിവരങ്ങളുമായി M മനോജ് ചേരുന്നു. മനോജ്, ബ്രൂവറി വിഷയത്തിൽ CPI നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? ഇന്ന് ഇക്കാര്യം ചോദിച്ചപ്പോഴാണ് ഇത്തരത്തിലൊരു പ്രതികരണവുമായി അതായത് MP രാജേഷുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അത്ഭുതമില്ല, അത് ഒരേ മുന്നണിയിലുള്ള സഖാക്കളാണ്, അതുകൊണ്ടാണെന്നും അതോടൊപ്പം തന്നെ ഈ മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വികസന വിരുദ്ധരല്ല എന്നുള്ള കാര്യമാണ് ഈ ബിനോയ് വിശ്വം വ്യക്തമാക്കുന്നത്. ഇതിൽ തന്നെ വികസനം വേണം, എന്നാൽ ഒരു വികസനവും കുടിവെള്ളത്തെ മറന്നുകൊണ്ടാകാൻ പാടില്ല എന്നുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ കുടിവെള്ളം ഉറപ്പാക്കിയിട്ട് മാത്രമേ വികസനം വരാവൂ എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഏത് വികസനമായാലും ഇത് തന്നെ മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാണ് കുടിവെള്ളം. ഈ കുടിവെള്ളം ഇല്ലാതാക്കിയിട്ട് വികസനം വരേണ്ടതില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഇടതുമുന്നണി ചർച്ച ചെയ്തു എന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചിരുന്നു. ആ സമയത്ത് എവിടെ ചർച്ച ചെയ്താലും ഇത് തന്നെ ആയിരിക്കും നിലപാട് എന്നുള്ള കാര്യമാണ്. എന്തായാലും അദ്ദേഹം പറയുന്നത് തങ്ങൾ വികസനത്തിന് എതിരല്ല, പക്ഷെ കുടിവെള്ളം ഉറപ്പാക്കണമെന്നുള്ള കാര്യമാണ്. അതിൽ ഈ കുടിവെള്ളം ഉറപ്പാക്കിയാൽ മാത്രമേ ഈ വികസനവുമായി മുന്നോട്ട് പോകാൻ തങ്ങൾക്ക് അതിനോട് യോജിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യമാണ് ബിനോയ് വിശ്വം വ്യക്തമാക്കുന്നത്. മനോജ്, ഇതിലൊരു ചെറിയ ആശയക്കുഴപ്പം നിലനിൽക്കുന്നത് മന്ത്രി MP രാജേഷ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി കൂടിക്കാഴ്ച നടത്തി എലപ്പുള്ളി ബ്രൂവറി പദ്ധതിയിൽ ജലദൗർലഭ്യം ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പ് നൽകിയതായിട്ടാണ് അനൌദ്യോഗികമായി അറിയാൻ സാധിക്കുന്നത്. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് CPI വീണ്ടും നിലപാട് ആവർത്തിക്കുന്നത്. തങ്ങൾ വികസന വിരോധികളല്ല, എന്നാൽ കുടിവെള്ളം മുട്ടിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിക്കും തയ്യാറല്ല എന്നുള്ളത്. അതായത് CPIക്ക് ഇവിടെ കുടിവെള്ളം മുടങ്ങുകയില്ല എന്നുള്ളൊരു ഉറപ്പ് ഭരണപക്ഷത്തിന്റെ, പ്രത്യേകിച്ച് CPMന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയാൽ അവർ ഇതിനെ അനുകൂലിക്കും എന്നൊരു ദ്വയാർത്ഥമുണ്ടോ? തീർച്ചയായും. അതായത് ഈ കുടിവെള്ളം ലഭിക്കുമെന്നുള്ള ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അത്തരത്തിൽ വികസനവുമായി മുന്നോട്ട് പോകുന്നതിനോട് യോജിക്കുമെന്ന് തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലൂടെ മനസ്സിലാക്കാം. കാരണം അദ്ദേഹം ഒരിക്കലും ബ്ലൂവറി അല്ലെങ്കിൽ ഇത്തരം ഈ മദ്യനിർമ്മാണശാല ഈ ഒരു പദ്ധതിക്ക് എതിരല്ല എന്ന് തുറന്നു പറയുന്നില്ല. പക്ഷേ കുടിവെള്ളം ഉറപ്പാക്കണം, അല്ലെങ്കിൽ കുടിവെള്ളം കിട്ടാതെ ആയി കഴിഞ്ഞാൽ അതായത് അത് മറന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. അതായത് മനോജ്, CPM സമ്മർദ്ദത്തിൽ CPI ഇനി വഴങ്ങും എന്നാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി കഴിഞ്ഞാൽ നമുക്ക് അത് തന്നെ പ്രതീക്ഷിക്കാം. കാരണം ഈ ചർച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിട്ടുള്ളത്. അതിൽ വീണ്ടും ചോദിക്കുമ്പോൾ തങ്ങൾ പദ്ധതിക്കെതിരല്ല, വികസനത്തിനെതിരല്ല എന്നുള്ള കാര്യവും അതോടൊപ്പം തന്നെ കുടിവെള്ളത്തിന്റെ കാര്യം മാത്രമാണ് അദ്ദേഹം ഇതിലൂടെ വ്യക്തമാക്കുന്നത്. ശരി, M മനോജാണ് വിവരങ്ങൾ നൽകിയത്.